നമസ്കാരം. ശബരിമല സ്വർണക്കൊള്ളയുടെ കഥ ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും ആ കഥയിൽ അധികം കഥാപാത്രങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കഥ തുടങ്ങിയത് ഒരു പോറ്റിയിൽ നിന്നായിരുന്നു. 11ാമത്തെ അറസ്റ്റോടെ മറ്റൊരു പോറ്റിയിൽ കഥ അവസാനിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും ചില ചെറിയ മീനുകളെ കാണാൻ സാധ്യതയുള്ളൂ. SITയുടെ അറസ്റ്റിൽ ധാരാളം വൻ തോക്കുകളാണ് കുടുങ്ങിയത്. നാം മറ്റൊരു കാര്യം ചിന്തിക്കണം. പോറ്റിയെ സ്വർണക്കൊള്ളയിൽ പിടിച്ചപ്പോൾ മുതൽ കേരളത്തിലെ ഒരു ചാനലും ഒരു പത്രവും ഒഴികെയുള്ള സർവ വാർത്താ മാധ്യമങ്ങളും CPMനെ കുരിശിൽ തറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഈ സ്വർണക്കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് CPM അഥവാ പിണറായിയുടെ ഗവൺമെന്റ്, അതുമല്ലെങ്കിൽ പിണറായി ആണെന്നാണ് പലരും പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഈ സ്വർണം മുഴുവൻ പിണറായി കൊണ്ടുപോവുകയാണെന്നായിരുന്നു ചില പത്രങ്ങൾ എഴുതിവിട്ടത്. ചില ചാനലുകളും ഇങ്ങനെ തന്നെയാണ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത്. CPMനെ പൊതിഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ സംരക്ഷിക്കുവാൻ ഒരു ചാനലും ഒരു പത്രവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ദേശാഭിമാനി പത്രവും കൈരളി ചാനലും മാത്രമായിരുന്നു. ഇത്രയും പത്രങ്ങളെയും ഇത്രയും ചാനലുകളെയും ഈ ഒരു ചാനലും ഈ ഒരു പത്രവും എത്ര കണ്ട് പ്രതിരോധിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഈ പത്രങ്ങളും ചാനലുകളും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടുകൂടി ഏതാണ്ട് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് കള്ളന് രാഷ്ട്രീയമില്ലെന്ന്. കണ്ഠരരുടെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പോറ്റിയുടെ രാഷ്ട്രീയം എന്താണെന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇതിന്റെ എല്ലാം പാപഭാരം പേറിയിരുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇപ്പോഴത്തെ മന്ത്രിസഭയും മന്ത്രി മുഖ്യനും ആയിരുന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കണം. മോഷണത്തിന് രാഷ്ട്രീയമില്ല. അത് CPMന്റെ പ്രതിനിധിയായാലും കോൺഗ്രസിന്റെ പ്രതിനിധിയായാലും BJPയുടെ പ്രതിനിധിയായാലും മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും മോഷണം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നവന് രാഷ്ട്രീയമില്ല. അതിന്റെ തെളിവാണ് നാം ശബരിമലയിൽ കണ്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുടെ പ്രതിനിധികളും ഈ മോഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നുകൂടി പറയാം. ഈ ശബരിമല എന്ന് പറയുന്നത് ഒരു ശർക്കര കുടമാണ്. അതായത് ശർക്കര പാനി നിറച്ചു വെച്ചിരിക്കുന്ന ഒരു കുടമാണ്. ഈ കുടത്തിനകത്ത് കൈയിട്ടവർ മുഴുവൻ ശർക്കര പാനി നക്കും. അതാണ് പണ്ട് മുതലേ ഒരു ശൈലിയുള്ളത്. ശർക്കരക്കുടത്തിൽ കൈയിട്ടവൻ കൈ നക്കാതിരിക്കുമോ? അവൻ കൈ നക്കും. അതായത് സ്വർണത്തിന്റെയും പണത്തിന്റെയും ഉള്ളിൽ കടന്ന് ഉരുണ്ട് കളിക്കുന്നവൻ എത്രയാണെങ്കിലും അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഭഗവാനെ പൂജിക്കുന്നവർ തന്നെ, ഭഗവാന് ഏതൊക്കെ പൂജ നടത്തണമെന്ന് തീരുമാനിക്കുന്നവർ, അതിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് തീരുമാനിക്കുന്നവർ, എന്തെല്ലാം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവർ, അവർ തന്നെയാണ് ഈ സ്വർണം കക്കാൻ കൂട്ടുന്നത്. അവർക്കറിയാം ഭഗവാന് സ്വർണത്തിന്റെ ആവശ്യമില്ല. ഭഗവാന് സ്വർണത്തിന്റെ ആവശ്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ടല്ലോ ഈ പാപഭാരങ്ങൾ ഒന്നുമില്ലെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണല്ലോ അവരിത് മുഴുവൻ കട്ടുമുടിക്കാൻ കൂട്ടുനിന്നതും കട്ട് മുടിച്ചതും. ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കേരളത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും ഉടൻ തന്നെ അത് രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ രാഷ്ട്രീയമായി കുത്തിപ്പൊക്കി മറ്റൊരാളുടെ തലയിൽ കൊണ്ടുവെക്കുന്ന ഒരു പതിവുണ്ട്. സത്യവാനും സാവിത്രിയും കളിക്കുന്ന ഇവരുടെ എല്ലാം പേരിൽ ആരോപണങ്ങൾ വരുമ്പോൾ ഇവർ മിണ്ടാതിരിക്കുകയാണ്. ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എല്ലാ കുറ്റങ്ങളും ചെയ്തിരിക്കുന്നത് CPM ആണെന്ന്. അന്ന് ഞാൻ അതിനെപ്പറ്റി ഒരു രണ്ട് വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി. പോറ്റിയെ കേറ്റിയെ എന്ന ഹെഡിങ്ങോടുകൂടി ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഇപ്പോൾ ഞാൻ ആ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു? മോഷണത്തിന്, കള്ളത്തരത്തിന് ഒരിക്കലും രാഷ്ട്രീയമില്ല. ഇവരെല്ലാവരും കള്ളന്മാരാണ്. ഒരിക്കൽ ഞാൻ പറഞ്ഞു,
ഒരു കള്ളൻ ഒരുത്തനെ മോഷണത്തിൽ പിടിക്കപ്പെട്ടാൽ ഉടനെ ചോദിക്കുന്ന അവൻ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ പേരിലാണ് പിന്നെ ആരോപണം. അവൻ അത് പ്രശ്നമല്ല. ഇന്നോ ഇവിടുന്ന് പിടിക്കപ്പെട്ട ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട 11 പേരുടെയും രാഷ്ട്രീയം എന്തായിരുന്നു? ഞാൻ പറയാതെ തന്നെ ഓരോരുത്തർക്കും അറിയാം ഇവരേത് രാഷ്ട്രീയക്കാരായിരുന്നുവെന്ന്. ചിന്തിക്കുക. ഭക്തി എന്ന് പറയുന്നത് വെറും ഒരു മറ മാത്രമാണ്. ലക്ഷ്യം മോഷണമാണ്. ഈ ശബരിമല അയ്യപ്പനെ പൂജിക്കുവാനായി അവകാശമുള്ള താഴ്മൺ കുടുംബത്തിലെ അംഗമാണ് ഈ കണ്ഠരരും രാജീവരും. എല്ലാവരും അതിലെ അംഗങ്ങളാണ്. അതിൽ ഒരു കണ്ഠരരെ ഒരിക്കൽ പെണ്ണുകേസിൽ പിടിച്ച് അകത്താക്കിയിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ളത് ഭക്തിയല്ല, വെറും മ്ലേച്ഛമായ ജീവിതമാണ് ഇവർ നയിക്കുന്നത്. പണമുണ്ടാക്കുക, സുഖിച്ച് ജീവിക്കുക. അവർക്ക് കിട്ടിയ ഒരു ജീവിതമാർഗമാണ് ഈ ഭഗവാൻ അയ്യപ്പൻ. ഭഗവാൻ അയ്യപ്പന് ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളോടാണ് ചോദിക്കുന്നത്. ദൈവത്തിന് എന്തിനാണ് സ്വർണം? ദൈവത്തിന് എന്തിനാണ് പണം? ദൈവം എന്ന് പറയുന്നയാൾ ഈ ജനങ്ങളെ അനുഗ്രഹിക്കാനും ആശീർവദിക്കുവാനും അവരുടെ സുഖദുഃഖങ്ങളിൽ അവർക്ക് ആശ്വാസം പകരാനുമുള്ളതാണ്. ഈ ദൈവത്തിന് എന്തിനാണ് കിലോ കണക്കിന് സ്വർണം കൊടുത്തിരിക്കുന്നത്? ഈ ദൈവം കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും കരിങ്കല്ലിലിരുന്നാലും സ്നേഹിക്കേണ്ടവർ ആ ദൈവത്തെ സ്നേഹിക്കും, ആശീർവദിക്കേണ്ടവരെ ആ ദൈവം വിജയമല്യ കൊടുത്ത സ്വർണമാണല്ലോ നമ്മുടെ ഈ മോഷണത്തിന്റെ പരമ്പരയ്ക്ക് ആദ്യം ഇതിന് തിരിതെളിച്ചത്. വിജയമല്യ ആരായിരുന്നു? അയാൾ ഇപ്പോൾ എവിടെയാണ്? എല്ലാവരുടെയും ലക്ഷ്യം മോഷണമാണ്. അയാൾ മോഷ്ടിച്ചതിന്റെ ഒരു പങ്കാണ് ഇവിടെ കൊണ്ട് ഭഗവാൻ കൊടുത്തത്. അയാൾ ഈ രാജ്യം തന്നെ കൊള്ളയടിച്ചു കൊണ്ടുപോയി അന്യരാജ്യത്ത് പോയി ജീവിക്കില്ലേ? ഈ ഭക്തിയുടെ പുറകിൽ എപ്പോഴും കാമമുണ്ട്, ഭക്തിയുടെ പുറകിൽ കള്ളത്തരമുണ്ട്, ഭക്തിയുടെ മറവിൽ രാഷ്ട്രീയമുണ്ട്. എല്ലാം ഭക്തിയുടെ മറവിലാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ നിങ്ങൾ ശിരസ വഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിനെ നിങ്ങൾക്ക് എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും കമന്റ് ചെയ്യാവുന്നത്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നമസ്കാരം.